മാസ് സ്പെക്ട്രോമെട്രി. സോ നമ്മൾ ഇതുവരെ കഴിഞ്ഞ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പുതിയൊരു ടെക്നിക്കിലേക്ക് വരികയാണ് മാസ് സ്പെക്ട്രോമെട്രി. അപ്പോൾ ബാക്കിയുള്ള ടേംസിലെല്ലാം പറയുന്നത് പോലെ സ്പെക്ട്രോസ്കോപ്പി എന്നല്ല നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടേം സ്പെക്ട്രോമെട്രി എന്നാണ്. അതിൻ്റെ റീസൺ ഇതാണ്. സ്പെക്ട്രോസ്കോപ്പി ബൈ ഡെഫിനേഷൻ ഇറ്റ്സ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് മാറ്റർ. പക്ഷേ മാസ് സ്പെക്ട്രോമെട്രിയുടെ പ്രത്യേകത ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിക്കുന്നില്ല, പകരം ഹൈ എനർജി ഇലക്ട്രോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സ്പെക്ട്രോമെട്രി എന്നും യൂസ് ചെയ്യാറുണ്ട്. സോ മാസ് സ്പെക്ട്രോമെട്രിയുടെ ഈ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഗീവ്സ് ദ മോളിക്കുലർ മാസ്, മോളിക്കുലർ ഫോർമുല ആൻഡ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് മോളിക്യൂൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാസ് സ്പെക്ട്രോമീറ്ററിന്റെ ഒരു ഡിപ്പിക്ഷൻ ആണത്. ഇവിടെ സംഭവിക്കുന്നത് മാസ് സ്പെക്ട്രോമീറ്ററിനകത്ത് സംഭവിക്കുന്ന 4 സ്റ്റേജസ് ആണ്. സ്റ്റേജ് 1 is ionization, സ്റ്റേജ് 2 is acceleration, സ്റ്റേജ് 3 is deflection and സ്റ്റേജ് 4 is detection. ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു മാസ് സ്പെക്ട്രം എടുക്കേണ്ട ഒരു സാമ്പിൾ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആ സാമ്പിളിനെ ആദ്യം അയണൈസേഷൻ ചേമ്പറിലേക്കാണ് നേരെ ഇൻസേർട്ട് ചെയ്യുന്നത്. അയണൈസേഷൻ ചേമ്പറിൽ വെച്ചിട്ട് ഈ പറയുന്ന സാമ്പിൾ ഗേഷ്യസ് സ്പേസിലേക്ക് പോയി അയോണൈസ്ഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഈ അയോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഫോർവേഡ് ബൈ ഡിഫ്ലക്ഷൻ ആൻഡ് ഫൈനലി ടു ഡിറ്റക്ഷൻ. നമുക്ക് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പഠിക്കാനുണ്ട്. സോ ആദ്യമേ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഫ്ലോ ചാർട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദ എഫിഷ്യന്റ് കമ്പോണൻസ് ഓഫ് എ മാസ് സ്പെക്ട്രോമീറ്റർ, ദ സാമ്പിൾ ഇൻലെറ്റ്, അയോൺ സോഴ്സ്, അയോൺ ആക്സിലറേറ്റർ, അയോൺ ഡിഫ്ലക്റ്റർ, അയോൺ ഡിറ്റക്ടർ, ദെൻ ദ കമ്പ്യൂട്ടർ ആൻഡ് ദ ഡാറ്റാബേസ് ആൻഡ് മാസ് സ്പെക്ട്രം. സോ ഇതാണ് നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ട്. നമുക്ക് മാസ് സ്പെക്ട്രോസ്കോപ്പിയെ പറ്റി ഒരു മാസ് സ്പെക്ട്രോമെട്രിയെ പറ്റി ഇൻട്രൊഡക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എസ്എ പാർട്ടിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റിയൊരു സംഭവമാണ് ഒരു ഫ്ലോ ചാർട്ട്. ദെൻ ഇതാണ് 4 സ്റ്റേജസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്. സ്റ്റേജ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സാമ്പിൾ ഇൻലെറ്റ് വഴി അകത്തേക്ക് വിട്ട സാമ്പിൾ, അതിന്റെ അയോണൈസേഷൻ ആണ്. ദ ആറ്റം ഇസ് അയോണൈസ്ഡ് ബൈ നോക്കിംഗ് 1 or more ഇലക്ട്രോൺസ് ഓഫ് ടു ഗിവ് എ പോസിറ്റീവ് അയോൺ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എം എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെ നിങ്ങൾ നേരെ എടുത്ത് സാമ്പിൾ ഇൻലെറ്റ് വഴി മാസ് സ്പെക്ട്രോമീറ്ററിന്റെ അകത്തേക്ക് കടത്തിവിടുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് അയോണൈസേഷൻ ആണ്. ഹൈ എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ കൊണ്ട് നമ്മൾ ഈ എമ്മിനെ അങ്ങ് ബോംബാർഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും എമ്മിനകത്ത് എം എന്ന് പറയുന്ന ആ മോളിക്യൂൾ നേരെ M+ എന്ന് പറയുന്ന അയോണായിട്ട് മാറും. അത് മാറുന്നത് എങ്ങനെയാ? ഈ ഹൈ എനർജി ഇലക്ട്രോൺ വന്ന് എമ്മിലേക്ക് കൊളൈഡ് ചെയ്യുമ്പം എമ്മിൽ നിന്ന് 1-2 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും. ഒറ്റ ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ M will become M+, 2 ഇലക്ട്രോൺസ് പോവുകയാണെങ്കിൽ M will become M2+, whatever. അത് നമുക്ക് പുറകെ പോകുമ്പോൾ ഡീൽ ചെയ്യാം. എനിവേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ മോളിക്യൂളിനെ, M എന്ന് പറയുന്ന മോളിക്യൂളിനെ M+ എന്ന് പറയുന്ന അയോൺ ആക്കി മാറ്റുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആൻഡ് ദാറ്റ്സ് ദ അയോണൈസേഷൻ സ്റ്റെപ്പ്. രണ്ടാമത്തത് ആക്സിലറേഷൻ. ഈ ഫോം ചെയ്ത അയോണിനെ എല്ലാത്തിനെയും കൂടി അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യും. അതായത് ഈ പറയുന്ന ഒരു സാമ്പിളിലേക്ക് നമ്മൾ ഇലക്ട്രോൺ വെച്ച് ബോംബാർഡ് ചെയ്ത് കഴിയുമ്പോൾ പല രീതിയിൽ അയോൺസ് ഫോം ചെയ്യാം. ഒരുപക്ഷെ 10 ആറ്റം ഉള്ള ഒരു മോളിക്യൂളാണ് നിങ്ങൾ കടത്തി വിട്ടതെങ്കിൽ അത് നേരെ 10 ആറ്റംസ് ഉള്ള ആ സെയിം മോളിക്യൂൾ തന്നെ ഒറ്റ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്തിട്ട് ഒരു വലിയൊരു അയോണായിട്ട് ഫോം ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 6 ആറ്റമുള്ള ഒരു അയോണും 4 ആറ്റമുള്ള വേറൊരു അയോണുമായിട്ട് ഫോം ചെയ്യാം. സോ എങ്ങനെയാണെങ്കിലും ഫോം ചെയ്ത അയോൺസിനെ എല്ലാം നമ്മൾ ആക്സിലറേറ്റ് ചെയ്യും, സോ ദാറ്റ് ദേ ഹാവ് ദ സെയിം കൈനറ്റിക് എനർജി. എല്ലാവരുടെയും കൈനറ്റിക് എനർജി സെയിം ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ അവരെ ആക്സിലറേറ്റ് ചെയ്യും. ദെൻ ദ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ. അടുത്ത ഡിഫ്ലക്ഷൻ. ദ അയോൺസ് ആർ ദെൻ ഡിഫ്ലക്റ്റഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് അക്കോർഡിംഗ് ടു ദെയർ മാസസ്. ഇത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. മാസ് സ്പെക്ട്രോമെട്രിയിൽ ഈ പറയുന്ന അയോൺസിനെ ഡിഫ്ലക്ട് ചെയ്യുന്നതും ഡിറ്റക്ട് ചെയ്യുന്നതും എല്ലാം അവരുടെ മാസിന്റെ ബേസിലാണ്. The ions are then deflected by a magnetic field according to their masses. The lighter they are, the more they are deflected. The amount of deflection also depends on the number of positive charges on the ion. In other words, on how many electrons were knocked off in the first stage. The more the ion is charged, the more it gets deflected. ഈ പറയുന്ന ഡിഫ്ലക്ഷന്റെ 2 പോയിന്റ്സും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അതായത് നമ്മളൊരു സാമ്പിളിനെ എടുത്ത് മാസ് സ്പെക്ട്രോമീറ്ററിന്റെ അകത്തേക്ക് കടത്തി വിടുന്നു, അതിനെ അയോണൈസ് ചെയ്ത് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള കാറ്റയോൺ ആക്കി മാറ്റുന്നു, ഇലക്ട്രോണിനെ പുറത്തെടുത്തിട്ട്. അടുത്ത സ്റ്റെപ്പിൽ ഈ പറയുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്ത് എല്ലാ അയോൺസിനും സെയിം കൈനറ്റിക് എനർജി ആക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ അയോൺസിനെ ഡിഫ്ലക്ട് ചെയ്യുക. ഡിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡിഫ്ലക്ഷൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാസ് ഓഫ് ദ അയോൺ. അയോൺ എത്രത്തോളം മാസ് കൂടുതലാണോ അത്രത്തോളം കുറച്ചേ ആ അയോൺ ഡിഫ്ലക്റ്റഡ് ആവുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്, ലൈറ്റർ ദേ ആർ ദ മോർ ദേ ആർ ഡിഫ്ലക്റ്റഡ്.
ഇനി മാസ് കൂടാതെ തന്നെ അയോൺസിന്റെ ഡിഫ്ലക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് അയോണിന്റെ മുകളിലെ ചാർജ്. നിങ്ങൾക്ക് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു M/Z റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. ഈ ചാർജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എത്രത്തോളം പോസിറ്റീവ് ചാർജ് ഉണ്ടോ, അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രോൺ വന്ന് നമ്മുടെ മോളിക്യൂളിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പം ഒറ്റ ഇലക്ട്രോൺ തന്നെ എമിറ്റ് ചെയ്ത് പോകണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ 2-3 ഇലക്ട്രോൺസ് ഒക്കെ എമിറ്റ് ചെയ്യാം. അപ്പോൾ എത്രത്തോളം കൂടുതൽ ഇലക്ട്രോൺസ്, എത്രത്തോളം കൂടുതലാണ് ഈ പറയുന്ന ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്, അത്രത്തോളം കൂടുതലായിരിക്കും നമ്മുടെ മോളിക്യൂളിന്റെ മുകളിലെ പോസിറ്റീവ് ചാർജ്. അപ്പോൾ എത്രത്തോളം കൂടുതലാണോ മോളിക്യൂളിന്റെ പോസിറ്റീവ് ചാർജ്, അത്രയും കൂടുതലായിരിക്കും അതിന്റെ ഡിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. മാസ് കൂടുന്തോറും മോളിക്യൂളിന്റെ മാസ് അയോണിന്റെ മാസ് കൂടുന്തോറും ഡിഫ്ലക്ഷൻ കുറയും. രണ്ടാമതായിട്ട് ചാർജ്, അയോണിന്റെ ചാർജ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഡിഫ്ലക്ഷൻ കൂടും. അതായത് M+നേക്കാൾ കൂടുതൽ ഡിഫ്ലക്ട് ചെയ്യും M2+, അതിനേക്കാൾ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും M3+ന്. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡിറ്റക്ഷൻ ആണ്. ദെൻ ഇതതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡയഗ്രാമാണ്, നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാൻ വേണ്ടി, ഫിഗർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ദെൻ നമുക്കിനി ഓരോ സ്റ്റെപ്പുകളെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമ്മുടെ അയോണൈസേഷൻ ആണ്. സാമ്പിൾ ഇൻജക്റ്റഡ് ഇൻ ടു ദ മാസ് സ്പെക്ട്രോമീറ്റർ. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ സാമ്പിൾ മാസ് സ്പെക്ട്രോമീറ്ററിലേക്ക് ഇൻജക്ട് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് വേപ്പറൈസ്ഡ്. കാരണം വേപ്പറൈസ് ചെയ്യാന്ന് വെച്ചാൽ വേപ്പർ ഫേസിലാണ് നമുക്ക് ഇലക്ട്രോൺസിന് എമിറ്റ് ചെയ്യാനും, അതായത് അയോണൈസേഷന്റെ ഡെഫിനേഷൻ അത് തന്നെയാണല്ലോ. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം എൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സാമ്പിൾ ലിക്വിഡ് ആണെങ്കിലും സോളിഡ് ആണെങ്കിലും അതിനെ വേപ്പറൈസ് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന അയോണൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ പറയുന്ന സാമ്പിൾ ഇൻജെക്ട് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതിനെ വേപ്പറൈസ് ചെയ്യുന്നു. ആൻഡ് ബോംബാർഡഡ് ബൈ എ സ്ട്രീം ഓഫ് ഹൈ എനർജി ഇലക്ട്രോൺ, 70 ഇലക്ട്രോൺ വോൾട്ട് എനർജിയിലുള്ള ഇലക്ട്രോൺസ് കൊണ്ട് നമ്മൾ ഈ പറയുന്ന വേപ്പറൈസ്ഡ് സാമ്പിളിനെ അങ്ങ് ബോംബാർഡ് ചെയ്തു. ബോംബാർഡ് ചെയ്യുന്ന പ്രത്യേകത, ഇലക്ട്രോൺ ബോംബാർഡ്മെന്റ് റിമൂവ്സ് ഇലക്ട്രോൺ ഫ്രം സാമ്പിൾ മോളിക്യൂൾ പ്രൊഡ്യൂസിംഗ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് റാഡിക്കൽ കാറ്റയോൺ കോൾഡ് ദ മോളിക്കുലർ അയോൺ വിച്ച് ദെൻ ഫ്രാഗ്മെന്റ്സ് ഫർദർ പ്രൊഡ്യൂസിംഗ് ദ ഫ്രാഗ്മെന്റ്. ഇത് ഇവിടെ നോക്കുക, ക്യാപിറ്റൽ M എന്ന് പറയുന്നത് നമ്മൾ ഇൻജെക്ട് ചെയ്ത സാമ്പിൾ ആണ്. അതിനെ വേപ്പറൈസ് ചെയ്ത് നമ്മൾ M എന്ന് പറഞ്ഞ വേപ്പർ ഫേസിലേക്ക് മാറ്റി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ ഈ ആരോ മാർക്കിന്റെ മുകളിൽ ഒരു ഇയും കൂടെ വരാനുണ്ട്, ഇലക്ട്രോൺ, ഹൈ എനർജി ഇലക്ട്രോൺ ബീം കൊണ്ട് നമ്മൾ അതിനെ ബോംബാർഡ് ചെയ്തു. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് M+ എന്ന് പറയുന്ന കാറ്റയോണും പ്ലസ് ഈ പറയുന്ന M-ൽ നിന്ന് പോയ ആ ഇലക്ട്രോണും. ഈ M+ എന്ന് പറയുന്നതാണ് നമ്മുടെ മോളിക്കുലർ അയോൺ. അപ്പോൾ മോളിക്കുലർ അയോൺ എന്നുള്ളൊരു പേരൊന്ന് ഓർത്ത് വെക്കണം. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മോളിക്കുലർ അയോൺ പീക്ക് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. മോളിക്കുലർ അയോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മോളിക്കുലർ അയോൺ നമ്മുടെ ശരിക്കും നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു മീതേൻ അല്ലെങ്കിൽ ഒരു ഈതേൻ ഉപയോഗിക്കാന്ന് വെച്ചോ, CH3 ഈതേൻ്റെ അകത്ത് 2 കാർബണും 6 ഹൈഡ്രജനും ഉണ്ട്. ദെയർഫോർ 24 6 30 ആയിരിക്കും അതിന്റെ ആറ്റമിക് മാസ് എന്ന് പറയുന്നത്. സോ ഈതേൻ മോളിക്യൂൾ CH3 നമ്മൾ ഇതേപോലെ മാസ് സ്പെക്ട്രത്തിലേക്ക് കടത്തിവിട്ട് നമ്മൾ അയോണൈസ് ചെയ്ത് ഒരു ഇലക്ട്രോൺ ബീം കൊണ്ട് അത് CH3 പ്ലസ് ആക്കിയെന്ന് വെച്ചോ, CH3 പ്ലസ് ആക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ പറയുന്ന അയോണിന്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന പാരന്റ് മോളിക്യൂളിന്റെ സെയിം മാസ് ആയിരിക്കും. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ഓരോന്ന് വെച്ച് പഠിക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. M എന്ന് പറയുന്നതാണ് മോളിക്കുലർ അയോൺ, അതിനെ M+ എന്ന് പറയുന്ന റാഡിക്കൽ കാറ്റയോൺ ആക്കി മാറ്റും ഇലക്ട്രോൺ ബോംബാർഡ്മെന്റ് വഴി. ഇനി ഈ പറയുന്ന ഫോം ചെയ്ത മോളിക്കുലർ അയോൺ, അതായത് ഈ അയോണിന്റെ പ്രത്യേകത, മോളിക്കുലർ അയോണിന്റെ പ്രത്യേകത, അതിന്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന പാരന്റ് മോളിക്യൂളായിട്ട് സെയിം തന്നെയാണ്, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ കുറവുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ഈ പറയുന്ന മോളിക്കുലർ അയോണിന്റെ പ്രത്യേകത, ഒന്നുകിൽ ഈ മോളിക്കുലർ അയോൺ നേരെ ഡിറ്റക്ടറിലേക്ക് പോയേക്കാം. അങ്ങനെ പോയാൽ അതിന്റെ മോളിക്കുലർ അയോൺ പീക്ക് എന്ന് നമ്മൾ പറയും. ആ കിട്ടുന്ന പീക്കിന്, നമ്മുടെ ഈ പറയുന്ന സ്പെക്ട്രത്തിൽ കിട്ടുന്ന ആ പീക്കിന് നമ്മൾ മോളിക്കുലർ അയോൺ പീക്ക് എന്ന് പറയും. പക്ഷെ മിക്കവാറും ചെയ്യുന്ന കാര്യം ഈ മോളിക്കുലർ അയോൺ ഡിസിന്റഗ്രേറ്റ് ചെയ്യും. മോളിക്കുലർ അയോൺ നേരെ ഫ്രാഗ്മെന്റ് ചെയ്തിട്ട് ഒന്നുകിൽ കാറ്റയോൺ, അല്ലെങ്കിൽ റാഡിക്കൽ, അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾ, അല്ലെങ്കിൽ ഇതുപോലെ റാഡിക്കൽ കാറ്റയോൺ എന്തെങ്കിലും ഫോം ചെയ്യും. മിക്കവാറും സംഭവിക്കുന്നത് ഈ പറയുന്ന ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു ഫ്രാഗ്മെന്റേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, the positively charged fragments repelled by positively charged repeller plate pass between 2 negatively charged focusing and accelerating plates into the analyzer tube. Then magnet surrounding the tube, ഇത് acceleration step ആണ്. Magnet surrounding the tube produces a magnetic field causing the positively charged fragments to move in a curved path. Radius of the curve is determined by the mass to charge ratio.
ഇതാണ് ഞാൻ പറഞ്ഞ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ മാസ് ടു ചാർജ് റേഷ്യോ. പക്ഷേ മിക്ക കേസുകളിലും മാസ് ടു ചാർജ് റേഷ്യോ എന്ന് പറയുന്നത് മിക്കവാറും മാസ് തന്നെയായിരിക്കും. കാരണം ചാർജ് മിക്കവാറും +1 ആയിരിക്കും. ഇനി അതല്ല വല്ല അയോണിൻ്റെ കേസിൽ +2 +3 ഒക്കെ വന്നാൽ മാത്രമേ M/Z വ്യത്യാസം വരുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഈ പറയുന്ന അയോണിനെ നേരത്തെ കണ്ട സ്ലൈഡിൽ കണ്ടതുപോലെ പ്രൊഡ്യൂസ് ചെയ്തു, ആ അയോണിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്തു, അയോണിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വഴി നമ്മൾ പാസ് ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് വഴി പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും പോസിറ്റീവ് ചാർജ് ഫ്രാഗ്മെന്റ്സിന് ഒരു കേർവ്ഡ് പാത്ത് വരും. ആ കേർവ്ഡ് പാത്തിന്റെ റേഡിയസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് M/Z റേഷ്യോ ആണ്. ഓക്കെ, as the charge is constant, M/Z ratio is simply the molecular mass of the fragment. ഇനി if fragment path as determined by the M/Z ratio matches the curvature of the analyzer tube, fragment passes down the tube through ion exit slit and strikes the collector. Collector records the relative number of fragments of that M/Z passing through the slit. By slowly increasing the magnetic field strength, fragments of increasing M/Z values are guided down the tube and through the slit onto the collector. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് ഔട്ട്ലൈൻ. ആൻഡ് ദ പ്ലോട്ട് ഓഫ് റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് ഈച്ച് ഫ്രാഗ്മെന്റ് വേഴ്സസ് M/Z വാല്യൂ ഇസ് നോൺ ആസ് ദ മാസ് സ്പെക്ട്രം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. മാസ് സ്പെക്ട്രത്തിൽ നമ്മൾ എന്താണ് പ്ലോട്ട് ചെയ്യുന്നത്? റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് ഈച്ച് ഫ്രാഗ്മെന്റ് വേഴ്സസ് ദെയർ M/Z വാല്യൂ ആണ്. അപ്പോൾ ഈ സെഡിന്റെ വാല്യൂ മിക്കവാറും 1 ആയതുകൊണ്ട് റിലേറ്റീവ് അബണ്ടൻസ് വേഴ്സസ് മാസ് ആണ് നമ്മൾ ശരിക്കും പ്ലോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും റിലേറ്റീവ് അബണ്ടൻസ് വേഴ്സസ് M/Z റേഷ്യോ എന്നേ പ്ലോട്ട് ചെയ്യാവുള്ളൂ, അങ്ങനെ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ M/Z റേഷ്യോ മിക്കവാറും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ മാസ് ഓഫ് ദ മോളിക്യൂൾ ഓർ മാസ് ഓഫ് ദ ഫ്രാഗ്മെന്റ്. ആൻഡ് ഓൺലി സ്റ്റേബിൾ, ദറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് റീച്ച് ഡിറ്റക്ടർ ആൻഡ് അപ്പിയർ ഓൺ ദ മാസ് സ്പെക്ട്രം. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിന് മാത്രമേ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്ത് നമുക്ക് മാസ് സ്പെക്ട്രത്തിന് അനലൈസറിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതിനെ മാത്രമേ നമുക്ക് മാസ് സ്പെക്ട്രത്തിൽ കാണാനും പറ്റുള്ളൂ. Then the application measures the molecular weight. Sample vaporized and subjected to a bombardment of electrons that remove an electron and creates a cation radical. ഇവിടെ നമ്മുടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട്. കൺസിഡർ എ മോളിക്യൂൾ, ഓർഗാനിക് മോളിക്യൂൾ ആർ എന്നാണ് നമ്മൾ പറയുന്നത്. എച്ച് എന്നും കൂടെ ഇടാൻ കാരണം നമ്മളൊരു ഹൈഡ്രോജൻ കൂടെ അങ്ങ് സ്പെസിഫൈ ചെയ്യുന്നേ ഉള്ളൂ. RH ഒരു ഇലക്ട്രോൺ വെച്ച് നമ്മൾ ബൊമ്പാർഡ് ചെയ്യുന്നു. വിൽ ഗെറ്റ് എ റാഡിക്കൽ കാറ്റയോൺ RH++ an electron. See, peak that corresponds to the unfragmented radical cation is the parent peak or molecular ion M+. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഈ RH എന്ന് പറയുന്ന ഓർഗാനിക് മോളിക്യൂളിനെ ഇലക്ട്രോൺ ബൊമ്പാർഡ്മെന്റ് വഴി നമ്മൾ എന്ത് ചെയ്തു? RH+ കാറ്റയോൺ, റാഡിക്കൽ കാറ്റയോൺ ആയിട്ട് നമ്മൾ ഫോം ചെയ്യിച്ചു. ഈ റാഡിക്കൽ കാറ്റയോൺ വേണമെന്നുണ്ടെങ്കിൽ ഫ്രാഗ്മെന്റ് ചെയ്യാതെ നേരിട്ട് അനലൈസർ ട്യൂബിലേക്ക് എത്താം. അങ്ങനെ ഇത് അനലൈസർ ട്യൂബിലേക്ക് നേരിട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പീക്കിനാണ് നമ്മൾ മോളിക്കുലർ അയോൺ പീക്ക് എന്ന് പറയുന്നത്. കാരണം ഇവിടെ രണ്ടുപേരുടെ മാസ് ഒന്നായിരിക്കും. കാരണം ഇവിടെ ഒരു ഇലക്ട്രോണിന്റെ കുറവ് മാത്രമല്ലേ ഉള്ളൂ. ബോൺസ് ഇൻ ദ കാറ്റയോൺ റാഡിക്കൽ ബിഗിൻസ് ടു ബ്രേക്ക്. അതായത് ഫ്രാഗ്മെന്റേഷൻ സംഭവിക്കും. ശരിക്കും ഈ ഫോം ചെയ്തിരിക്കുന്ന മോളിക്കുലർ അയോൺ, അതായത് നമ്മുടെ മോളിക്യൂളിന് ഒരൊറ്റ ഇലക്ട്രോൺ മാത്രം കുറവുള്ള മോളിക്കുലർ അയോൺ, ഇത് ഫ്രാഗ്മെന്റേഷൻ നടക്കാതെ നേരിട്ട് അനലൈസർ ട്യൂബിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. എത്തും, എന്നാലും വളരെ കുറച്ചേ എത്തുള്ളൂ. മിക്കവാറും കാറ്റയോണിന്റെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും, ഫ്രാഗ്മെന്റേഷൻ നടക്കും. ചാർജസ് ടു മാസ് റേഷ്യോ ഓഫ് ഫ്രാഗ്മെന്റ്സ് അയോൺസ് ഇസ് മെഷേർഡ്. പ്ലോട്ട് ദ മാസ് ഓഫ് അയോൺസ്, അതായത് M/Z വാല്യൂ X ആക്സിസിലും അതേപോലെ ഇന്റൻസിറ്റി Y ആക്സിസിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. ദ മോസ്റ്റ് അബണ്ടന്റ് അയോൺ, ഈ പറയുന്ന മാസ് സ്പെക്ട്രത്തിന് പ്രത്യേകതയുണ്ട്. ഇവിടെ മോസ്റ്റ് അബണ്ടന്റ് അയോണിന്റെ പീക്ക് ആണ് ടോളസ്റ്റ് പീക്ക്. അതിനെയാണ് നമ്മൾ ബേസ് പീക്ക് എന്ന് എടുക്കുന്നത്. അതിന്റെ ഇന്റൻസിറ്റി നമ്മൾ 100% എന്നാണ് പറയുന്നത്. ഞാൻ അടുത്ത സ്ലൈഡിൽ സ്പെക്ട്രം കാണിക്കുമ്പോൾ അവിടെ മനസ്സിലാവും. മോസ്റ്റ് അബണ്ടന്റ് പീക്കിന് നമ്മൾ 100% ഇന്റൻസിറ്റി ഉള്ള പീക്കാണ്, അതിന് നമ്മൾ ബേസ് പീക്ക് എന്ന് പറയും. ബാക്കിയുള്ള പീക്കുകളുടെ ഇന്റൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദിസ് ബേസ് പീക്ക് ആണ് നമ്മൾ പറയുന്നത്. അതായത് ബേസ് പീക്ക് 100% ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പീക്കുകൾ എത്രയാണെന്നുള്ളത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കിത് ഇവിടെ നോക്കാം. മാസ് സ്പെക്ട്രം ഇത് നമുക്കറിയാം പെൻറ്റേൻ ആണ്. 1 2 3 4 5 പെൻറ്റേൻ ആണത്. പെൻറ്റേന്റെ മോളിക്കുലർ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും 1 2 3 4 5 കാർബൺസ് കൂട്ടുമ്പോഴേക്കും 12 × 5 60. ദെൻ ഹൈഡ്രോജൻസ് 3 2 5 5 2 7 7 2 9 3 12 60 12 72 നമുക്ക് ഈ പറയുന്ന പീക്ക് വരേണ്ടത്. സോ 72 നമ്മുടെ ഈ പറയുന്ന ആറ്റത്തിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടേക്ക് നമ്മൾ ഹൈ എനർജി ഇലക്ട്രോൺ കൊണ്ട് നമ്മൾ ബൊമ്പാർഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഹൈ എനർജി ഇലക്ട്രോൺ ബീം കൊണ്ട് ബൊമ്പാർഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് CH3 CH2 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 CH3+
എന്ന് പറഞ്ഞ് നമുക്കൊരു കാറ്റയോൺ കിട്ടും. ആൻഡ് ദാറ്റ്സ് ദ മോളിക്കുലർ അയോൺ. ആ മോളിക്കുലർ അയോണിന്റെ പീക്കാണ് ഈ 72 നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് വളരെ ചുരുങ്ങിയ ഒരു അതിന്റെ ഹൈറ്റ് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ അതിന്റെ ഹൈറ്റ്. ബാക്കിയുള്ള പല പീക്കുകളെക്കാളും ഹൈറ്റ് കുറവാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന മോളിക്കുലർ അയോൺ ഫെർദർ ഫ്രാഗ്മെന്റേഷൻ നടക്കാതെ അനലൈസർ ട്യൂബിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. റിലേറ്റീവ് അബൻഡൻസ് ഓൺലി 18.56 ആണ്. ഇനി ഇവിടുത്തെ ബേസ് പീക്ക് എന്ന് പറയുന്നത് ഏറ്റവും ടോളസ്റ്റ് പീക്കാണ്. അത് കണ്ടോ, ആറ്റോമിക് നമ്പർ 40, മോളിക്കുലർ മാസ് 43ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്കാണ്. 43ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്കാണ് ബേസ് പീക്ക് എന്ന് പറയുന്നത്. ഇത് അതിന്റെ നമ്മൾ 100% എന്നാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ 43ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 100%. ദെൻ നമുക്ക് പിന്നെ നോക്കിയാൽ കാണാം 26% വരുന്നുണ്ട്, 31% വരുന്നുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ ഓരോ മോളിക്കുലർ മാസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളൊരു മാസ് സ്പെക്ട്രം എടുക്കുന്നത്. മോളിക്യൂളിനെ നമ്മൾ എടുക്കുന്നു, മോളിക്യൂളിനെ നമ്മൾ ഇലക്ട്രോൺസിൽ ബൊമ്പാർഡ് ചെയ്യുന്നു, നമുക്ക് മോളിക്കുലർ അയോൺ പീക്ക് കിട്ടുന്നു. അത് കൂടാതെ നമുക്ക് എന്ത് കിട്ടുന്നു, ടോളസ്റ്റ് പീക്ക് ഇൻ ദ സ്പെക്ട്രം. നമ്മൾ അതിനെ ബേസ് പീക്ക് ആയിട്ട് എടുക്കുന്നു. വിത്ത് റെസ്പെക്ട് ടു ദിസ് ബേസ് പീക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ റിലേറ്റീവ് അബൻഡൻസ് ആണ് നമ്മൾ പറയുന്നത് മാസ് സ്പെക്ട്രത്തിൽ. ഓക്കെ, ഇതിപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒന്നുകൂടി മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ആപ്ലിക്കേഷൻസും ഒക്കെ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ആ സ്ലൈഡിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി അയോണൈസേഷൻ മെക്കാനിസം, ഇതൊന്ന് ജസ്റ്റ് നോക്കേണ്ടതാണ് നമുക്ക്. ഈ അയോണൈസേഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്ന്. ഈ എം എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, നമ്മൾ ഈ പറയുന്ന എം എന്ന് പറഞ്ഞ ഒരു മോളിക്യൂളിനെ നമ്മൾ 70 ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള ഇലക്ട്രോൺസ് കൊണ്ട് നമ്മൾ ബൊമ്പാർഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അയോണൈസേഷൻ എനർജി, അത്രയും എനർജി നമ്മൾ കൊടുക്കുന്നുണ്ട്. 70 ഇലക്ട്രോൺ വോൾട്ട് ഇലക്ട്രോൺ അതുണ്ട്. സോ ഇവിടെ ഈ മോളിക്യൂളിന് അയോണൈസേഷൻ സംഭവിക്കുന്നു. ആൻഡ് ഇറ്റ് ലൂസസ് എൻ ഇലക്ട്രോൺ. ദെൻ ഇറ്റ് ഫോംസ് M+, ദ റാഡിക്കൽ കാറ്റയോൺ. ഈ റാഡിക്കൽ കാറ്റയോൺ ഞാൻ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ അനലൈസർ ട്യൂബിലേക്ക് എത്താം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ന്യൂട്രൽ റാഡിക്കലും ഫ്രാഗ്മെന്റഡ് അയോൺസും ഫോം ചെയ്യാം. ന്യൂട്രൽ റാഡിക്കൽ പ്ലസ് ഫ്രാഗ്മെന്റഡ് അയോൺസ് എന്നാണ്. ഈ പ്ലസ് ഇതിന്റെ ഇടയ്ക്കുള്ള പ്ലസ് നിട്ടന്നേ ഉള്ളൂ. ന്യൂട്രൽ റാഡിക്കൽസ് ചാർജ് ഇല്ല, അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്താ എക്സാമ്പിൾ ആയിട്ട് ഇത് കൺസിഡർ ചെയ്യുക. 2 ഇലക്ട്രോൺ സിഗ്മ ബോണ്ട്, ഞാൻ പറഞ്ഞ ഈതേന്റെ കേസാണിത്. CH3 ഈ 2 ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ എന്താണ്, ഈ പറയുന്ന കാർബൺ ബോണ്ടിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. ഹൈ എനർജി ഇലക്ട്രോൺ കൊണ്ട് നമ്മൾ ബോണ്ട് ചെയ്യുന്നു. ഇവിടെ ഈ പറഞ്ഞ ഒരു ബോണ്ട് ഞാൻ വരച്ചിട്ടില്ലാന്നേ ഉള്ളൂ കേട്ടോ, ഒരു ബോണ്ട് വരച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കാർബൺ സിംഗിൾ ബോണ്ടിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 ഇലക്ട്രോൺസ് ആണ്. ഹൈ എനർജി ഇലക്ട്രോൺ കൊണ്ട് നമ്മൾ ബൊമ്പാർഡ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നു, CH3 റാഡിക്കലും മീഥൈൽ കാർബോ കാറ്റയോണും കിട്ടുന്നു, പ്ലസ് 2 ഇലക്ട്രോൺ. ഈ 2 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ CH3 ബോണ്ട് കൺസിഡർ ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ CH3 ഇലക്ട്രോൺ, റൈറ്റ് സൈഡിലെ CH3 ഇലക്ട്രോൺ, ഇവർ തമ്മിലാണ് ബോണ്ട്. ഹൈ എനർജി ഇലക്ട്രോൺ കൊണ്ട് ബൊമ്പാർഡ് ചെയ്തപ്പോഴേക്കും ലെഫ്റ്റ് സൈഡിലെ CH3 ഇലക്ട്രോൺ എങ്ങോട്ടും പോയിട്ടില്ല, അത് അയാളുടെ കൂടെ തന്നെയുണ്ട്. സോ ഈ പറയുന്ന ഇതൊരു റാഡിക്കലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, റാഡിക്കൽ മീൻസ് കംപ്ലീറ്റ് റാഡിക്കൽ അല്ല, ഇതിനാണ് നമ്മൾ ഈ പറയുന്ന റാഡിക്കൽ കാറ്റയോൺ എന്ന് പറയുന്നത്. ഈ CH3 അയോൺ ഇലക്ട്രോൺ എങ്ങോട്ടും പോയിട്ടില്ല, ആ ഇലക്ട്രോൺ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ റൈറ്റ് സൈഡിലെ CH3 ഇലക്ട്രോൺ എന്ത് ചെയ്തു, ആ ബോണ്ടിൽ നിന്ന് ഡിഫ്ലക്ട് ചെയ്ത് അയോണൈസ് ചെയ്ത് പുറത്തോട്ട് പോയി. അതാണ് +2 ഇലക്ട്രോണിലെ ഒരു ഇലക്ട്രോൺ. ഇനി +2 ഇലക്ട്രോൺ എന്ന് വരാൻ കാരണം ഇവിടെ ബൊമ്പാർഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ആ ഇലക്ട്രോണും പിന്നെ ഈ CH3 നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയ ഇലക്ട്രോണും കൂടി കൂട്ടിയാണ് +2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. 2 ഇലക്ട്രോൺ സിഗ്മ ബോണ്ട്, CH3 തമ്മിലുള്ള 2 ഇലക്ട്രോൺ സിഗ്മ ബോണ്ട് ഹൈ എനർജി ഇലക്ട്രോൺ കൊണ്ട് ബൊമ്പാർഡ് ചെയ്യുന്നു. നമുക്ക് 1 ഇലക്ട്രോൺ ബോണ്ട് നമുക്ക് കിട്ടുന്നു. അതായത് റൈറ്റ് സൈഡിലെ CH3 ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് തെറിച്ചു പോയി, ലെഫ്റ്റ് സൈഡിലെ CH3 ഇലക്ട്രോൺ അവിടെ കിടപ്പുണ്ട്. ഇനി 2 ഇലക്ട്രോൺ പൈ ബോണ്ട് കൺസിഡർ ചെയ്യുക. സെയിം സാധനം തന്നെ, ഇതിന്റെ സെയിം വകഭേദം തന്നെയാണ്, പക്ഷെ 2 വ്യത്യാസമേ ഉള്ളൂ. പൈ ബോണ്ട് ആയതുകൊണ്ട് CH3ക്ക് പകരം ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 എന്നായിരിക്കും വരിക. ദെൻ പൈ ബോണ്ട് ആകുമ്പം ആ താഴെയുള്ള സിഗ്മ ബോണ്ട് അവർ അനങ്ങാതെ കിടപ്പുണ്ട്. മുകളിലത്തെ പൈ ബോണ്ടിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ, ഇവിടെ കണ്ടതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഇലക്ട്രോൺ അവിടെ നിൽക്കുന്നു, റൈറ്റ് സൈഡ് ഇലക്ട്രോൺ എന്ത് ചെയ്തു, പുറത്തേക്ക് തെറിച്ചു പോയി, 2 ഇലക്ട്രോൺ. മൂന്നാമത്തെ കേസ് ഒന്ന് ശ്രദ്ധിക്കുക. ലോൺ പെയറിന്റെ കേസിൽ CH3OH, ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ആൽക്കഹോളിന്റെ മീറ്ററിന്റെ ഒക്കെ പഠിക്കാനുണ്ട്, അന്നേരം ആവശ്യം വരും. CH3OHന്റെ കേസിൽ നമ്മൾ ഹൈ എനർജി ഇലക്ട്രോൺ കൊണ്ട് ബൊമ്പാർഡ് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് CH3O+H. ഇവിടെ തെറിച്ചു പോകുന്നത് ഓക്സിജന്റെ മുകളിൽ വെറുതെ ഇരിക്കുന്ന ലോൺ പെയർ ഉണ്ടല്ലോ, അതാണ് ഇവിടെ തെറിച്ചു പോകുന്നത്. അതുകൂടാതെ ഈ പറയുന്ന വന്ന് ബൊമ്പാർഡ് ചെയ്ത ഇലക്ട്രോണും, അതാണ് +2 ഇലക്ട്രോൺ എന്ന് വരാൻ കാരണം. അപ്പൊ ലോൺ പെയർ ഇല്ലാത്ത കേസുകളിൽ ബോൺ പെയറിൽ ഇലക്ട്രോണും, ലോൺ പെയർ ഉള്ള കേസിൽ പലപ്പോഴും ലോൺ പെയറിൽ ഇലക്ട്രോണുമാണ് ഇജക്ട് ചെയ്ത് പോയിരിക്കുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് അയോണൈസേഷൻ പ്രോസസ് ആർ കോൾഡ് മോളിക്കുലർ അയോൺസ്. ദേ ആർ റാഡിക്കൽ കാറ്റയോൺസ്.
It is the radical cation that fragments to give a cation, the observed species in the mass spectrum and the neutral radical. അതായത് ഈ പറഞ്ഞ റാഡിക്കൽ കാറ്റയോൺ ഉണ്ടല്ലോ, ഈ ഫോം ചെയ്ത സാധനം CH2 പ്ലസ് CH2 എന്ന് പറഞ്ഞ ഈ റാഡിക്കൽ കാറ്റയോൺ, ഇത് ഇനി ബ്രേക്ക് ഡൗൺ ചെയ്യും. ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ന്യൂട്രൽ മോളിക്യൂളും കാറ്റയോണും ഫോം ചെയ്യും. ആ കാറ്റയോൺ എന്ത് ചെയ്യും, നമ്മൾ മാസ് സ്പെക്ട്രത്തിൽ ഡിറ്റക്ട് ചെയ്യും. ന്യൂട്രൽ മോളിക്യൂൾ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് പോവുകയും ചെയ്യും. Then the electron will be removed from the orbital having the lowest ionization potential, that is from a radical cation. In general, ionization potential varies in the order n pi sigma. നമുക്കറിയാവുന്നതാണ് സിഗ്മ ഇലക്ട്രോൺസിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട്. അതുകൊണ്ട് അവരെ റിമൂവ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും. പൈ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നോൺ ബോണ്ടഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. അത് നമുക്ക് ഇവിടെ എവിഡന്റ് ആയിട്ട് കാണാം. ഇവിടെ ഈ പറയുന്ന ഈ കേസിൽ നമുക്ക് പൈ ഇലക്ട്രോൺസ് ഇല്ല, സിഗ്മ ഇലക്ട്രോൺസ് ഉണ്ട്, അതേപോലെ എൻ ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യം പോയതാരാ, എന്നാ പോയത്. ഇവിടെ സിഗ്മയുണ്ട് പൈയും ഉണ്ട്, പോയതാരാ, പൈ ഇലക്ട്രോൺസാ പോയത്. ഇവിടെ രണ്ടുമില്ല, സിഗ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സിഗ്മ ഇലക്ട്രോൺസ് പോയി. ഓക്കെ, ദെൻ മോളിക്യുലർ അയോൺ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം.